നമ്മളിത് ഇങ്ങനെ കവര് കാണാൻ വന്നേക്കട്ടോ. അപ്പോൾ കവര് കാണാൻ വന്ന വഴി തിരക്കാണ് കാണുന്നത് കേട്ടോ. ഓക്കെ, റോഡിൻ്റെ രണ്ട് സൈഡിലും പാർക്ക് ചെയ്യുക. കുമ്പളങ്ങിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുമ്പളങ്ങി ചെറിയൊരു റോഡാട്ടോ. ഒരു ചെറിയ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ നല്ല തിരക്കാണ്. ഏകദേശം ഒരു 11:45 നൈറ്റ് കേട്ടോ. ഒന്ന് വന്ന സമയം എന്ന് പറയുന്നത്. ഇപ്പോഴും വണ്ടികൾ ഒരുപാട് വന്നിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പാർക്കിങ് നമുക്ക് ഒരുപാട് ദൂരെ കിട്ടില്ല. നമ്മൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരെ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് തന്നെ. അതൊക്കെ കവരാണ് വന്ന വണ്ടിയിലോട്ടോ. ഈ വരുന്നതും വന്നതൊക്കെ വണ്ടികൾ തന്നെയാണ്. പള്ളിയിലത് കുമ്പളങ്ങി പള്ളിയായിട്ട് കാണുന്നത്. പള്ളിയുടെ സൈഡിൽ കൂടെ പോണ വഴി. അപ്പോൾ നമ്മൾ നല്ല തിരക്കായ വണ്ടി മെയിൻ റോഡ് പാർക്ക് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരിക്കുന്നുണ്ടാവും. അവർ കാണാൻ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ 12 മണിയോട് കൂടി ഇവിടെ കവർ കാണാൻ വന്നിട്ടാണ്. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കവർ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും നൈറ്റ് ഒരു സമയത്ത് നല്ലൊരു കാഴ്ചയായിരിക്കുന്നത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എനിക്ക് ചെറിയ ബൈക്കുകളും ഓട്ടോറിക്ഷയൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ കാറുകളൊന്നും ഒരു വരണില്ല. പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല. ചെറിയൊരു സ്ഥലമാണ്. അപ്പോൾ കാരണം പാർക്ക് ചെയ്യാനൊന്നും പറ്റുന്ന വരില്ല. അപ്പോൾ അത് കാരണം എല്ലാവരും വണ്ടി മെയിൻ റോഡിൻ്റെ സൈഡിലാണ് ഒതുക്കിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കവർ എന്തായാലും കാഴ്ചകൾ എന്താ നോക്കാൻ തരും. അപ്പോൾ നമ്മളിത് ഇവിടെ കവർ കാണോട് എത്തിയിട്ടാ. ഇവിടെ നിന്നൊക്കെ ചെറിയ ചെറിയ ഇതാണ്, ചെറിയൊരു ചെമ്മീൻ കിട്ടുക പോയ സംഭവം കേട്ടോ. എടാ ഒരു വടിയെടുത്ത് എനിക്ക് നോക്ക്. മൊത്തം ഇരുട്ടാട്ടോ. ഇരുട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കവർ കാണാൻ പറ്റുള്ളൂ. മൊബൈലിലൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുന്ന അറിയില്ല. നമ്മളിപ്പോൾ 1-2 സ്ഥലത്ത് നോക്കിയിട്ട് നമുക്ക് മൊബൈലൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെ അടുത്തുള്ള ചേട്ടന്മാർ പറഞ്ഞാൽ ഐഫോണിലൊക്കെ എടുത്താലേ ഇത് കിട്ടുള്ളൂ നല്ല രീതിയിൽ. അല്ലാതെ നമ്മുടെ സാധാ ആൻഡ്രോയിഡ് ഫോണിൽ എടുത്താൽ നമുക്കൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇവിടെ മൊത്തം ഇരുട്ടാട്ടോ. ഇരുട്ടായ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നടന്നു പോകാനുള്ള വെട്ടൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ കവർ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു ചെമ്മീൻ കെട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് നിൽക്കണം തന്നെ. അപ്പോൾ ഏകദേശം നമുക്കൊരു മുട്ടിന് മേലേക്ക് വെള്ളമുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്നൊരു ഏകദേശം ഒരു നനയാൻ പാതിന് വന്നാൽ കാര്യമുള്ളൂ. എന്ന് വെച്ചാൽ ഫുള്ള് ഉപ്പ് വെള്ളമാണ്. ഈ ഉപ്പ് വെള്ളത്തിൽ ഉപ്പിൻ്റെ കാടിനും കൂടുമ്പോഴാണ് ഈ കവരുണ്ടാവണമെന്നൊക്കെ കൂടി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും സംഭവം നമുക്കറിയില്ല. അതായത് നമ്മളോട് ഇറങ്ങി കലക്കി നോക്കി. പക്ഷെ ഒന്നും കാണാൻ കേട്ടോ ഇവിടെ. നമുക്ക് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു ഷൂട്ട് ചെയ്യാനായിട്ട് ഐഫോണൊക്കെ ഉപയോഗിച്ച് കൊണ്ടുവരണേ നമുക്ക് അത്യാവശ്യം നല്ലൊരു വിഷലൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ കണ്ട കളിക്കിട്ടൊന്നും നമുക്കൊന്നും കാണാൻ പറ്റില്ല മൊബൈലിൽ. മൊബൈലിൽ കാണാനാണ് ഏറ്റവും വലിയ പ്രത്യേകത. വീഡിയോ പിടിച്ചിട്ടേ കാണാൻ പറ്റുള്ളൂ. ചേട്ടാ ഇറങ്ങിയതോ ചേട്ടാ ചെടിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം കഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് ഇത് ഉണ്ടാക്കാം കവർ കാണാൻ പറ്റിയിട്ട്. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ വീഡിയോ എടുക്കണ ഒരു പരമാവധി അതിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടിയിട്ടിട്ട് നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടാകും. നമ്മളിപ്പോൾ കവർ കാണാൻ പറ്റണം, സീ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് കലക്കിയെടുക്കണേ നമുക്ക് ശരിക്കും വീഡിയോ എടുക്കലും കലക്കലും പറ്റണില്ല. അപ്പോൾ നമുക്ക് അത് കുറച്ച് നീങ്ങി അവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഉള്ളിൽ പോയിട്ട് വീഡിയോ എടുത്ത് നോക്കട്ടോ. പക്ഷെ നമുക്ക് ഐഫോണിലൊക്കെ എടുക്കണ അത്ര നല്ല ക്ലാരിറ്റി കിട്ടിയിട്ട് വരില്ല കവർ. കാരണം നമ്മുടെ ചെറിയൊരു ഫോൺ. പിന്നെ നമ്മളിവിടെ നിന്നൊരു എന്തായാലും വിഷ്വലായിട്ട് ഐഫോണിൽ നിന്നുള്ള ഒരാൾക്കാരിൽ വാങ്ങുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെൻഡ് തരണമെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മളെന്തായാലും ഐഫോണിലുള്ള വീഡിയോ വാങ്ങുന്നുണ്ട്. ബ്രൈറ്റ്നെസ് കൂട്ടിട്ടാൽ മതി. ബ്രൈറ്റ്നെസ് അല്ലേ അത് കൂട്ടിയിട്ടാൽ മതി. അപ്പോൾ ഒരു പയ്യ അവിടെ നടന്നു വന്നിട്ടോ. നമുക്ക് ഇപ്പം നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള വെട്ടത്തിൻ്റെ കാരണം തന്നെ കവർ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഇത് കാഴ്ചയിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് മൊബൈലിൽ നമുക്ക് ഇത്രയും ക്ലിയറിൽ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുമ്പോൾ എന്താ ശ്രദ്ധിക്കുക, ഒരു ഐഫോണോ അല്ലെങ്കിൽ നല്ലൊരു ക്യാമറ കൊണ്ടുവരാം വീഡിയോ എടുക്കാനായിട്ട്.
അപ്പോൾ നമ്മളങ്ങനെ കുമ്പളങ്ങി വന്നത് കവർ കണ്ടു കേട്ടോ. കവർ കണ്ട് തിരിച്ചു വരാൻ വഴിയാട്ടതേ. നല്ല തിരക്കാട്ട്. ഇപ്പോഴും ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ വണ്ടികളുടെ റോഡിൻ്റെ രണ്ട് സൈഡിലും വണ്ടികൾ പാർക്ക് ചെയ്തൊക്കെയാണ്. അതുപോലെ തന്നെ വണ്ടികൾ തിരിച്ചാണ് പോകുന്നത്. അപ്പോൾ നമ്മളെന്തായാലും കവർ കാണാൻ വരുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒരു ഐഫോണോ അല്ലെങ്കിൽ നല്ലൊരു ക്യാമറ ആയിട്ട് വരാം. നമ്മുടെ സാധാ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ കവർ നമുക്ക് പകർത്തിയെടുക്കാൻ പറ്റില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു ഐഫോണൊക്കെ ആയിട്ട് വന്ന് ഷൂട്ട് ചെയ്യണ നല്ല ഭംഗിയായിട്ട് നമുക്ക് കവറിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.